എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള വീഡിയോസ് കാണാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദ ഹൈക്കോർട്ട് ഓഫ് കേരളയിലേക്കാണ് വേക്കൻസി ഉള്ളത്. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ അറ്റൻഡർ ഗ്രേഡ് 2 ആണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ആദ്യത്തെ പോസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ ആണ്. റിക്രൂട്ട്മെൻറ്റ് നമ്പർ 19/2025. ശമ്പള സ്കെയിൽ 25,100 മുതൽ 57,900 വരെയാണ്. വേക്കൻസി 1 ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. അടുത്ത പോസ്റ്റ് അറ്റൻഡർ ഗ്രേഡ് 2, കാറ്റഗറി നമ്പർ റിക്രൂട്ട്മെൻറ്റ് നമ്പർ 20/2025 ആണ്. ശമ്പളം 24,400 മുതൽ 55,200 വരെയാണ്. വേക്കൻസി 2. നേരിട്ടുള്ള നിയമനമാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു കോമൺ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പ്രായപരിധി വരുന്നത് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് 2/1/1989 1/1/2007 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. SC/ST കാറ്റഗറി ആണെങ്കിൽ 2/1/1984 1/1/2007 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. OBC ആണെങ്കിൽ 2/1/1986 1/1/2007 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. കൂടാതെ എക്സ് സർവീസ്മെന്നൊക്കെ പ്രായത്തിൽ ഇളവുണ്ട്. PWD കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട്. ഈ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആണ് വേണ്ടത്. സെലക്ട് ചെയ്യുന്നത് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവും റിട്ടൺ ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കും. റിട്ടൺ ടെസ്റ്റിന് വരുന്നത് OMR ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. 100 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. സബ്ജക്ട്സ് നോക്കാം. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർസ് 50 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി 20 മാർക്ക്, മെൻ്റൽ എബിലിറ്റി 15 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 15 മാർക്കാണ് വരുന്നത്. നെഗറ്റീവ് മാർക്കുണ്ട്. ഇൻ്റർവ്യൂ 10 മാർക്കിനായിരിക്കും. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 600 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC/ST കാറ്റഗറിക്കും PWD കാറ്റഗറിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. എക്സാം സെൻറ്റർ തീരുമാനിക്കുന്നത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, കമ്മ്യൂണിറ്റി, OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ, EWS ആണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനൽ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതാണ്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യേണ്ടത് കേരള ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെൻറ്റ് സൈറ്റിലാണ്. സൈറ്റ് ഇതാണ് hckrecruitment.keralacourts.in. ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻ കൂടെ നോക്കിയിട്ട് നമുക്ക് വിശദമായിട്ട് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് ഹെൽപ്പറാണ്. കാറ്റഗറി നമ്പർ 21/2025 ആണ്. ശമ്പളം 23,700 മുതൽ 52,600 വരെയാണ്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2/1/1989 1/1/2007 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. SC/ST ആണെങ്കിൽ 1984 മുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 1986 മുതലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ പ്രായത്തിൽ ഇളവുള്ള കാറ്റഗറി ഉണ്ട്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ തസ്തികയിലേക്ക് 10ാം ക്ലാസ്സും കൂടാതെ ITI സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെങ്കിൽ ഇക്വലൻറ്റ് ഇൻ ദ ട്രേഡ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. സെലക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂവിൻ്റെയും റിട്ടൺ ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ക്വസ്റ്റ്യൻസ് വരുന്നത് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് നിങ്ങളുടെ ITI സർട്ടിഫിക്കറ്റിൻ്റെ ബേസിസിലുള്ള, അതായത് നിങ്ങളുടെ കോഴ്സിൻ്റെ ബേസിലുള്ള സബ്ജക്ട്സ് ആയിരിക്കും വരുന്നത്. 80 മാർക്കിനുണ്ട്. ബാക്കി 20 മാർക്സിന് വരുന്നത് ജനറൽ നോളജും കറണ്ട് അഫെയർസും ആണ്. നെഗറ്റീവ് മാർക്കുണ്ട്. ഈ തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 500 രൂപയാണ്. SC/ST കാറ്റഗറിക്കും PWD കാറ്റഗറിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇനി അടുത്ത പോസ്റ്റ് നോക്കാം. അടുത്ത പോസ്റ്റ് ടെലിഫോൺ ഓപ്പറേറ്റർ ആണ്. റിക്രൂട്ട്മെൻറ്റ് നമ്പർ 22/2025. സ്കെയിൽ ഓഫ് പേ 31,100 മുതൽ 66,800 വരെയാണ്. ഇത് റിസർവേഷൻ കാറ്റഗറിയാണ്. SC കാറ്റഗറിക്ക് മാത്രമേ ഉള്ളൂ. പ്രായപരിധി നേരത്തെ പറഞ്ഞ പോലെ തന്നെ SC കാറ്റഗറിയുടെ 2/1/1984 1/1/2007 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 പാസ്സായിരിക്കണം. ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഉണ്ടായിരിക്കണം. 6 months എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആസ് ടെലിഫോൺ ഓപ്പറേറ്റർ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആൻഡ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ.
കൂടാതെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ലാംഗ്വേജിൻ്റെ ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ ടെസ്റ്റ് ഉണ്ട്. സബ്ജക്ട്സ് വരുന്നത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ സിലബസ് റിലേറ്റഡ് ടു ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് 50 മാർക്ക്, ജനറൽ നോളജ് ഓർ കറണ്ട് അഫയേഴ്സ് 30 മാർക്ക്, ക്വസ്റ്റ്യൻ ടു ടെസ്റ്റ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് 20 മാർക്ക്. ഇതാണ് വരുന്നത്. ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം. ഈ തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇനി അടുത്ത പോസ്റ്റ് വരുന്നത് ബൈൻഡർ ആണ്. ശമ്പള സ്കെയിൽ 26,500 മുതൽ 60,700 വരെയാണ്. ഇവിടെ നേരിട്ടുള്ള നിയമനം വരുന്നത് കാറ്റഗറി നമ്പർ 15/2025 ആണ്. പ്രായപരിധി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 8ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ KGTE ഇൻ ബുക്ക് ബൈൻഡിങ് ലോവർ ഓർ ഇക്വലൻറ്റ് പാസ്സായിട്ടുണ്ടായിരിക്കണം. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരില്ല എന്നുണ്ടെങ്കിൽ ബുക്ക് ബൈൻഡിങ്ങിൽ 18 മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരെയും നിയമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് യോഗ്യത വേണ്ടത്. സെലക്ട് ചെയ്യുന്നത് റിട്ടൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ടെസ്റ്റിൻ്റെ ടോപ്പിക്ക് വരുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 40 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, നോളജ് ഇൻ ബൈൻഡിങ് 50 മാർക്ക്. ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് 650 രൂപയാണ്. SC/ST കാറ്റഗറിക്കും PWBD കാറ്റഗറിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഈ തസ്തികയിലേക്കുള്ള എക്സാം സെൻറ്റർ വരുന്നത് എറണാകുളത്താണ്. എല്ലാ തസ്തികയിലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങളുടെ കയ്യിൽ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനൽ ഉണ്ടായിരിക്കണം. അവർ വിളിക്കുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഹൈക്കോടതിയുടെ സൈറ്റിലാണ്. സൈറ്റ് hck.recruitment.keralacourts.in. നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക. ആദ്യമായിട്ടാണെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുക, എന്നിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ ഒക്കെ തന്നെ സ്കാൻഡ് ഇമേജസ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. എക്സാമിൻ്റെയൊക്കെ കോൾ ലെറ്റർ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സൈറ്റിൽ വരും. നിങ്ങളെ അതിൻ്റെ ഇൻറ്റിമേഷൻ അറിയിക്കുന്നതായിരിക്കും. SMS വഴിയോ ഇമെയിൽ വഴിയോ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 17 ആണ്. അതിനകം തന്നെ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഹൈക്കോർട്ടിൽ വിവിധ പോസ്റ്റുകളിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ നേരിട്ടുള്ള നിയമനമാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.